ഇന്ന് പകൽകാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ ഹോളിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസനും സഹോദരങ്ങൾക്കും നമ്മുടെ സഭയുടെ അംഗങ്ങളായി അതത് ഭവനങ്ങളിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന വിശുദ്ധന്മാർക്കും ഈ മീഡിയയിലൂടെ വ്യത്യസ്ത മേഖലകളിൽ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിൻ്റെ സന്ദേശം കേൾക്കുവാൻ, ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നിന്നെ ആരാധിപ്പാൻ ലഭിക്കുന്ന ഈ പ്രത്യേക നിമിഷങ്ങൾ ഞങ്ങൾ ശ്രേഷ്ഠകരമായിട്ടത് കരുതുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഈ ദിവസങ്ങളിലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ ഇടപെടുകയും അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യാശയ്ക്കും പുതുക്കത്തിനും ബലത്തിനും കാരണമാക്കി തീർക്കണമേ. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനായി ഒരുമിച്ച് മുന്നേറുവാൻ ഈ പകൽകാല വേളയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പിതാവേ, കേൾക്കണമേ. ആമേൻ. എൻ്റെ ഇപ്രാവശ്യത്തെ സന്ദർശന വേളയിൽ ഈ വാത്സല്യ ദൈവസഭയോട് ചേർന്നുള്ള ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിപ്പാനും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകൾ ദൈവസഭയുടെ ആത്മീയ വർധനവ്, ആശ്വാസം, പ്രബോധനം, മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാർശ്വ സജീവമാത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ പ്രകാശിച്ച ഒരു പാട്ടിൻ്റെ അടി ഞാൻ പാടിയിട്ട് കർത്താവിനെ ഏൽപ്പിച്ച സന്ദേശം നിങ്ങളോട് പറയാം. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ പാട്ട് അറിയാവുന്നൊരു പാട്ടാണ്, നിങ്ങൾക്ക് പാടാം. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൽഗിരിയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൽഗിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൽ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൽ വിശ്വസിക്കുന്ന കർത്താവേ, കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയിൽ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവയിൽ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൽഗിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൽഗിരിയിൽ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ
കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇടപെട്ട വചനമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ മെസ്സേജ് ബ്രദർ അലക്സുമായിട്ടുള്ള മെസ്സേജുമായിട്ട് ലിങ്കിങ് ആണ്. ഞാൻ അദ്ദേഹത്തോടൊന്നും പറയാൻ പോയില്ല. ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൂതാണ് തന്നിലൂടെയും കേൾപ്പിച്ചത്. 2 ആഴ്ച മുമ്പുള്ള ശുശ്രൂഷയിലും ഞാൻ ഒരുക്കിക്കൊണ്ടുവന്ന ആ ദൈവ സന്ദേശവുമായിട്ടാണ് അന്നുണ്ടായിരുന്ന സഹോദരനും അതുമായി ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുമായി ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇത് റിസൾട്ട് ഓഫ് ഇൻ്റർസീഡിങ് എന്നുള്ളതാണ്. പക്ഷപാതത്തിൻ്റെ അഭയാചനയുടെ പ്രാധാന്യതയും അതിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ടും ഫലങ്ങളും എന്നുള്ളതാണ്. വളരെ പ്രാർത്ഥനയോടെ അവൻ്റെ സന്നിധിയിലായിരിക്കാൻ ഞാനൊരു വാക്യം വായിക്കുന്നു. ബുക്ക് ഓഫ് എസ്ഐയ ചാപ്റ്റർ 59 വേഴ്സ് 16, അതിൻ്റെ 16-ാം വാക്യം. ആരും ഇല്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. അവൻ്റെ നീതി അവനെ താങ്ങി. ഒരിക്കൽ കൂടെ ഞാൻ ആ വചനം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വചനം കുറിക്കൊള്ളുക. ആരും ഇല്ലെന്ന് ദൈവം കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ദൈവം ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. അവൻ്റെ നീതി അവനെ താങ്ങി. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 6-ൽ-പരം മാസങ്ങളായി ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വിശുദ്ധന്മാർ ഏറ്റവും ശ്രേഷ്ഠകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാത്മീയ ശുശ്രൂഷയാണ് ഇൻ്റർസീഡിങ് അഥവാ പക്ഷപാതം, അഭയയാചന. ഞാൻ വിശ്വസിക്കുന്നത് ഈ പാൻഡമിക് പീരീഡിൽ ഈ കൊറോണ എന്ന വൈറസ് പ്രവേശിച്ചതിന് ശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവസഭ പ്രാർത്ഥനയ്ക്കുണർന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താൽക്കാലികമായി ഞാൻ അങ്ങോട്ട് ഉൾപ്പെട്ടു നിൽക്കുന്ന കേരള പെന്തിക്കോസ്റ്റൽ ചർച്ച് കഴിഞ്ഞ 5-ൽ-പരം മാസങ്ങളായി സഭയുടെ കൂട്ടായ്മയൊഴിച്ച് ശനിയും ഞായറും ഒഴിച്ച് തിങ്കൾ മുതൽ വെള്ളിയാഴ്ച രാത്രി വരെ സന്ധ്യാസമയത്തുള്ള ഏകദേശം 1.25-1.5 മണിക്കൂർ ദൈവസഭ, ദൈവദാസന്മാരും വിശുദ്ധന്മാരും ചേർന്ന് അവരവരുടെ ഭവനങ്ങളിൽ ഇൻ്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭയാചന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രസംഗത്തെക്കാൾ, പാട്ടുപാടുന്നതിനേക്കാൾ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്ന മഹത്വകരമായിരിക്കുന്ന ശുശ്രൂഷ ഈ പട്ടണത്തിലുള്ള ഈ ദൈവസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സകല മഹത്വവും ബഹുമാനവും ദൈവത്തിനർപ്പിക്കുന്നു. ഈ സഭയോടുള്ള ബന്ധത്തിൽ ഈ പ്രാർത്ഥന വളരെ ഫലവത്തായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അംഗങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല, അവരുടെ പേരും എനിക്കറിയാൻ പാടില്ല.
എന്നാൽ ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, വിശുദ്ധന്മാരായ നിങ്ങളുടെ അഭയാചന കൊണ്ട് ദൈവത്തിന്റെ ഭുജം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഭുജം ഈ രാജ്യത്തിന്റെ മേൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഭുജം നമ്മുടെ കുടുംബങ്ങളുടെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭ ചെയ്യുന്ന ശക്തമേറിയ ആത്മീയ ശുശ്രൂഷയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മനസ്സുമടുക്കാതെ, ഉത്സാഹം കുറയ്ക്കാതെ ആ ശുശ്രൂഷയിൽ നിരന്തരം പങ്കാളികളാകുവാൻ ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ പ്രാർത്ഥനാ ജീവിതം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ എക്സോർട്ട് ചെയ്യുന്നു, പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പക്ഷപാതത്തിൻ്റെ പ്രയോജനം? What is the importance of interceding and what is the result of interceding? പക്ഷപാതത്തിൻ്റെ, അഭയാചനയുടെ, ഇന്റർസീഡിങ്ങിന്റെ ഫലം കിട്ടിയവരെ സ്തോത്രം അഭയാചനയ്ക്ക് വീണ്ടും മുന്നോട്ട് പോകുകയുള്ളൂ. അതിൻ്റെ വില അവർക്കറിയാം. പ്രാർത്ഥിക്കുന്നവർക്ക് വിലയറിയാം. പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിൽ നിന്ന് ആത്മീയ മണ്ഡലത്തിലും ഭൗമിക മണ്ഡലത്തിലും വിടുതൽ പ്രാപിച്ചവർ പ്രാർത്ഥനാ ജീവികളായി മാറും. അവർ പ്രാർത്ഥിക്കുന്നവരായി തീരും. ദൈവത്തിന് സ്തോത്രം. They will become prayer warriors of the world. ക്രിസ്തീയ ചരിത്രത്തിൽ പ്രസംഗത്താൽ ഉണർവുണ്ടായിട്ടില്ല. ക്രിസ്തീയ ചരിത്രത്തിൽ സഭയുടെ രൂപീകരണ പ്രവർത്തനങ്ങളിലും സഭയുടെ റിഫോർമേഷൻ കാലയളവിലും കർത്താവിൻ്റെ സഭ ഉണർവായിട്ട് മാറിയത് പ്രാർത്ഥനാ മുറിയിൽ നിന്നാണ്. ക്രിസ്തീയ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് പ്രാർത്ഥനയിൽ നിന്നാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ ഭൗതിക നന്മകൾ പ്രാപിച്ചിട്ടുള്ളത് പ്രാർത്ഥനയിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ ശക്തിയാണ്. ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, prayer is the great missile. പ്രാർത്ഥന തൊടുത്തുവിടാവുന്ന ലോകം കണ്ടുപിടിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ മിസൈലാണ് പ്രാർത്ഥന. എന്നാൽ ഇവിടെ വായിച്ചത് ഇസ്രായേൽ മക്കൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട ഇസ്രായേൽ മക്കൾ, അഭയാചന കഴിക്കേണ്ട ഇസ്രായേൽ മക്കൾ അതിൽ നിന്ന് പുറത്തു പോയപ്പോൾ വലിയ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ ദൈവത്തിന് അരുളപ്പാടുണ്ടാകുകയും ആ അരുളപ്പാട് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ ആരും അഭയാചനയ്ക്കില്ല. ദൈവത്തിന് സ്തോത്രം. അതിന് 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ പെർമനന്റ് ഡിവൈൻ ക്യാരക്ടറാണ്. എന്നെ പോലെ ആളുമാറുന്നവനല്ല ദൈവം. As a human being, when we are living in this human body, we can't fulfill the promises or covenant something. ദൈവം ദൈവമാകയാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്നുമെന്നും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. സ്തോത്രം. ഈ ദൂത് കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവത്തിൻ്റെ, നീ സ്നേഹിക്കുന്ന
യേശുക്രിസ്തുവിലൂടെ കണ്ടെത്തിയിരിക്കുന്ന ആ കർത്താവിനെ, അവന്റെ സ്വഭാവത്തെ മുന്നിൽ കാണുക. അതെന്താണ്? കേൾക്കുവാൻ കഴിയാതവണ്ണം അവന്റെ ചെവി ഡൂളല്ല, മന്ദമായിട്ടില്ല. കാണുവാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ കണ്ണ് കുരുടല്ല. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. എൻ്റെ കർത്താവേ, ഞാൻ അപയാതനയ്ക്കിരിക്കുമ്പോൾ, പക്ഷപാതത്തിനിരിക്കുമ്പോൾ നിന്റെ ഭുജം കുറുകിയിട്ടില്ല, നിന്റെ കരം കുറുകിയിട്ടില്ല, നിന്റെ ചെവി മന്ദമായിട്ടില്ല, നിന്റെ കണ്ണ് കാണാതിരിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും 5 കൊച്ചുകുഞ്ഞുങ്ങളുമുണ്ട്. എനിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റത്തില്ല. ഞാനൊരു ഈ ഭൂമിയിലെ പിതാവാണ്. അവിടെ ആവശ്യങ്ങൾ കേൾക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റത്തില്ല. എൻ്റെ കൊച്ചുകുഞ്ഞുങ്ങൾ പലതും പറയുമെങ്കിലും എല്ലാം ചെയ്യാൻ ഞാൻ അപ്രാപ്തനാണ്. നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ്. മനുഷ്യരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും പ്രോമിസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അത് നമ്മുടെ കുറവ് അങ്ങനെ തന്നെയായി ശരീരത്തിലുള്ളത്. വീണ്ടെടുപ്പ് പ്രാപിക്കുന്നവരെ അതുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് വാക്കുമാറുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് അങ്ങനെ പറയണം: ഓ കർത്താവേ, ഞാൻ നിന്നെ അറിയുന്നപ്പാ, ഞാൻ നിന്നെ അറിയുന്നപ്പാ. ഓ ജീസസ് നെയിം. നിന്റെ കണ്ണെന്നെ കാണുന്നു, നിന്റെ ചെവി എൻ്റെ ശബ്ദം കേൾക്കുന്നു, നിന്റെ ഭുജം കുറുകിയിട്ടില്ല. കർത്താവിനെ നിങ്ങൾ ഏറ്റുപറഞ്ഞു. ഈ ദൂത് ആരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ആത്മാവ് നിങ്ങളെ അറിയുന്നു. നിങ്ങൾ രോഗപ്രതിസന്ധിയിലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ് നിങ്ങളെ അറിയുന്നു. അതുകൊണ്ടായിരിക്കും ഈ വചനം നിങ്ങളുടെ അടുക്കൽ ദൈവാത്മാവ് വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 59-ന്റെ 1-ാം വാക്യം ഈ ആഴ്ച കൺഫസ് ചെയ്തുകൊണ്ടേയിരുന്നോണം, ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നോണം. നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് അനുഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യം നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ സ്തോത്രം തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലേക്കുള്ള മുന്നേറ്റം നടത്തപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അപയാതന ദൈവം കേൾക്കാൻ തയ്യാറാണ്, പക്ഷേ കേൾക്കുന്നില്ല. ഏകദേശം ഈ 59-ൽ ഈ 16-ാം വാക്യം വരെ 12 അപജയങ്ങൾ, 12 തോൽവികൾ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചു. I don't have time to elaborate all these things, but I want to touch every point through this word. ഈ വചനത്തിലൂടെ വിശുദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുവാൻ എനിക്ക് സമയമില്ല. സ്തോത്രം. ഈ ചിന്തകൾ എനിക്ക് സ്തോത്രം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമ്പർ 1, your iniquities. Number 2, your hands defiled with blood. Number 3, your fingers with iniquity. Number 4, your lips who have spoken falsehood. Number 5, your tongue utters wickedness. Number 6, no one sues righteousness. Number 7, no one pleads honestly. Number 8, they speak lie. Number 9, they act of violence. ദൈവത്തിന് സ്തോത്രം. Number 10, there is no justice in their tracks. Number 11, they are walking in the track of crookedness. ഈ 12 കൂട്ടം കാര്യങ്ങൾ ഈ 59-ന്റെ 16 വരെയുള്ള വാക്യങ്ങൾ
സൂക്ഷ്മതയോടെ പഠിച്ചാൽ നമുക്ക് കണ്ടെത്തുവാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, അകൃത്യം നിറഞ്ഞിരിക്കുന്നു. രണ്ട്, പാപങ്ങൾ. മൂന്ന്, കൈകൾ രക്തം നിറഞ്ഞിരിക്കുന്നു. നാല്, അത്തരം ഭോഷ്ക് സംസാരിക്കുന്നു. അഞ്ച്, നാവ് നീതികേട് ജപിക്കുന്നു. ഇവിടെ ജപമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അതിനം തുറന്നിട്ട് അർത്ഥവത്തായ കാര്യങ്ങളൊന്നും പറയത്തില്ല. സ്തോത്രം. നീതികേടാ ജപിക്കുന്നത്. ഇതാണ് ഈ ലോകത്തിൻ്റെ റിലീജിയസ് വേൾഡിൻ്റെ സ്ഥിതി, മതലോകത്തിൻ്റെ. സ്തോത്രം. ആറ്, വ്യവഹാരത്തിൽ നീതിയും സത്യവുമില്ല, വ്യാജ്യത്തിൽ ആശ്രയിക്കുന്നു, ഭോഷ്ക് സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്. കഷ്ടത്തെ ഗർഭം ധരിക്കുന്നു, സാഹസകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, നടപ്പിൽ ന്യായമില്ല, വളഞ്ഞ പാതകളെ അവർ ഉണ്ടാക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇത്രയും കാര്യങ്ങൾ ഇത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി പ്രവാചകൻ ദൈവാത്മാവിലൂടെ വിശുദ്ധമാക്കിയിരിക്കുക. ഈ കാരണങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്വഭാവം പെർമനന്റ് ആണ്. എന്നാൽ എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല? പ്രാർത്ഥന കേൾക്കാത്തതിന്റെ കാരണം അവിടെ ദൈവം അന്വേഷിച്ചപ്പോൾ ഒരു മനുഷ്യനും പക്ഷപാതം ചെയ്യുവാനില്ല. ഓ താങ്ക് യു ലോർഡ്. എന്നെ കേൾക്കുന്ന ഈ ദൂത് ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവജനങ്ങളെ, കൃപയാൽ നിങ്ങളുടെ അകത്ത് സ്പിരിറ്റ് ഓഫ് ഇന്റർസീഡിങ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഡോണ്ട് ലൂസ് ദാറ്റ് ടാലന്റ് till we live in this world. ലോകത്തിൽ താമസിക്കുന്നത് വരെ കർത്താവിൻ്റെ സഭയ്ക്ക് അങ്ങനെ ഒരു ആത്മാവ് തന്നിട്ടുണ്ടെങ്കിൽ തള്ളിക്കളയരുത് കേട്ടോ. സ്തോത്രം. ഈ കൊറോണ പീരീഡിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. സർവശക്തനായ ദൈവം നോക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ഒരു വ്യക്തിയെങ്കിലും ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ സഭയിൽ ചില വ്യക്തികളെങ്കിലും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ രാജ്യത്ത് ചില ക്രിസ്തീയ വിശുദ്ധന്മാർ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാൻ എപ്പോഴും നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ മാതാപിതാക്കളുടെ പ്രവൃത്തികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനുണ്ട്. ഞാൻ മാത്രമല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഈ മനോഹരമായിരിക്കുന്ന ഈ സുഭിക്ഷതയുടെ രാജ്യത്ത് നിങ്ങൾ ഇന്ന് ഏതെങ്കിലും നന്മകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി പറയാം, നിങ്ങളുടെ പുറകിൽ ഇൻറ്റർസീഡ് ചെയ്ത മാതാപിതാക്കളാണ്. നിങ്ങൾ താമസിക്കുന്ന ഭവനം, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം, അതിൻ്റെ സൗകര്യങ്ങൾ, നമുക്ക് പറയാം എൻ്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണെന്നോ? എനിക്കത് വിശ്വാസമില്ല. നിങ്ങളുടെ പിറകിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇൻറ്റർസീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷപാതം ചെയ്തിട്ടുണ്ട്, അവർ കരഞ്ഞിട്ടുണ്ട് ദൈവസന്നിധിയിൽ, അവർ അഭയാതന കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രസന്റ് ജനറേഷനോട്, മാതാപിതാക്കളോട് ഞാനൊരു ഉപദേശം തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, ഞാനും കർത്താവിൻ്റെ ദാസയും സമയം കിട്ടുമ്പോഴൊക്കെ വി ആർ ഇൻട്രസ്റ്റഡിങ് ഫോർ അവർ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ മോനെ ആരാ നിങ്ങൾക്ക് വേണ്ടി അഭയാതന കഴിക്കുന്നത്? ഞങ്ങൾ പോകും. അതെന്നാന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ തലമുറകളുടെ പിറകിൽ നിങ്ങൾ അഭയാതനയ്ക്ക് ഒരുങ്ങി നിന്നോണം കേട്ടോ. I want to exhort and encourage all the youngsters of this church. It is your responsibility to intercede for your parents too.
അവരധ്വാനം കഴിഞ്ഞ് ടയേർഡാകും, പെൻഷനൊക്കെ മേടിച്ച് വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കാലശേഷം ഒരു ലോങ് വിഷൻ യു നീഡഡ്, ഒരു വലിയ ദർശനം നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രാർത്ഥിക്കാൻ, മറ്റൊന്നിനുമല്ല. While I am giving this message, I am feeling in the Spirit of God. God is looking. God is looking. Those who are standing for me, for intercede. എനിക്ക് വേണ്ടി അഭയാചന കഴിപ്പാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അഭയാചന കഴിപ്പാൻ ആരാ ഒരുങ്ങിയിരിക്കുന്നത്? സ്തോത്രം. ദേശം അത്രമാത്രം അനീതി കൊണ്ടും വക്രത കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും അൺറൈച്ചസ് കൊണ്ടും അകൃത്യം കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. The Bible tells 4 kinds of intercede. 4 തരത്തിലുള്ള പക്ഷപാതത്തെക്കുറിച്ച് പ്രധാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അത് ലിങ്കുമായി കിടക്കുന്ന പല വിഷയങ്ങൾ കാണും. നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. The 4 types of interceding when we intercede before God. നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുമ്പോൾ 4 നിലകളിൽ പക്ഷപാതം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതയാത്രയിൽ നാം ചെയ്യുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ്. എന്തുവാ ഈ പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത്? അതിൻ്റെ ഡിക്ഷണറി മീനിങ് പക്ഷം പിടിച്ച് സംസാരിക്കുക എന്നൊരർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 10-100 പേരുണ്ടെങ്കിൽ അവർ 35 അല്ലെങ്കിൽ 70 2 പേരും പക്ഷമായി പക്ഷം പിടിച്ച് സംസാരിക്കുക. ഒരു മീനിങ് അതാണ്. മറ്റേ മീനിങ് ഒരു 10 പേര് ഒരു വ്യക്തിക്ക് പ്രശ്നമുണ്ടായാൽ 10-20 പേര് ഇവന് വേണ്ടി വാദിക്കും. അതൊരർത്ഥം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ പിള്ളേരെ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വല്ലതും പറയുകയാണെങ്കിൽ ശിക്ഷിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ശിക്ഷയോട് എനിക്കിഷ്ടമുണ്ട്. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്താ പറയും, മോനെ നീ അടിക്കരുത്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ കൊച്ചിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇൻട്രസ്റ്റഡ് ചെയ്യുകയാണ്. കൂടുതലും എനിക്കിവിടെ അറിയാൻ മേലെ ഇവിടെ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ അപ്പന്മാരാണ് പിള്ളേരെ കൂടുതൽ ശിക്ഷിക്കുന്നില്ലേ മക്കളെ? ഫാദേഴ്സാണ് വഴക്ക് പറയുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പക്ഷപാതം ചെയ്യാൻ ആരാ വരുന്നേ? അമ്മ, മദർ വരില്ലേ? ആം ഐ റൈറ്റ്? ബോത്തുണ്ടല്ലോ. താങ്ക് യു, പ്രൈസ് ഗാഡ്. ചിലപ്പോൾ അപ്പച്ചനായിരിക്കും അമ്മമാർ ശിക്ഷിക്കാൻ, എടി നീ കൊച്ചിനെ അടിക്കരുതെന്ന് പറയില്ലേ? ഇൻറ്റർസൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് കോമൺ എക്സ്പീരിയൻസാണ് നമ്മുടെ. അത്രേ അർത്ഥമുള്ളൂ ഇതിന്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ഇൻറ്റർസീഡിങ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇതേ നോക്കുന്നുള്ളൂ. ഞാൻ ഈ അതിക്രമം ചെയ്യവരെ അടിക്കാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ എന്തോ പറയുക? കർത്താവെ അരുത്, അടിക്കരുത്, തുടരുത് കർത്താവെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കാര്യം പിൻവലിക്കും. ഹല്ലേലൂയ. നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതുണ്ടല്ലോ യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണിക്കുന്നത് കൊണ്ടാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. There are 4 kinds of intercession. One to another. Second, for rulers and authority. Third, for our own people. For Jesus intercede for us. ഞാൻ പെട്ടെന്ന് ഓടിച്ചു വരാം. ഈ ഓടിച്ചു വിടാം ഈ ചിന്തകൾ. ഇതൊക്കെ 1 മണിക്കൂറെങ്കിലും ദൈവത്തിന് വചനം സംസാരിക്കേണ്ടതാ. ദൈവത്തിന് സ്തോത്രം. ചില നിമിഷങ്ങൾ കൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിനെ സമാഹരിക്കാൻ പോകുകയാണ്. There are 4 types. ഒരുവന് വേണ്ടി യാചിക്കുക. Turn with me, Genesis chapter 18 verse 20.
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം. പിന്നെ യഹോവ സോദോമിൻ്റെയും ഗോമേറയുടെയും നിലവിളി വലുതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. And the Lord said, the outcry of Sodom and Gomorrah is indeed great, and their sin is exceedingly grave. അതികഠിനമാ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ആ ഭാഗം വായിക്കാൻ പഠിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിലവിളി കേട്ടത് മനുഷ്യരുടെ അല്ല, ദൈവം ആരുടെ നിലവിളി കേട്ടുന്ന? സോദോമിൻ്റെയും ഗോമേറയുടെയും നിലവിളി. അവിടെ നിലവിളിക്കാൻ ആരുമില്ലല്ലോ, എല്ലാവരും തെറ്റുകാരായില്ലേ? ലോത്ത് അവിടെ ഉണ്ട്, അത് അബ്രഹാമിന്റെ കെയർ ഓഫിൽ ജീവിക്കുന്നേ ഉള്ളൂ. പുള്ളിക്കാരന് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഹീസ് ലീവിങ് ഇൻ ഗോമേറ, ദ കെയർ ഓഫ് എബ്രഹാം, ഹു ഗോട്ട് ഹൈ കാളിംഗ് ഫ്രം ഗാഡ്. ദൈവത്തിങ്കൽ നിന്ന് വിളി കേട്ട അബ്രഹാമിന്റെ കെയർ ഓഫിലാണ് ലോത്ത് ജീവിക്കുന്നത്. പക്ഷിക്ക് പുള്ളിക്ക് പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല, പ്രാർത്ഥനയും വേണ്ട, അഭയാചനയും വേണ്ട. ആ പച്ചത്തുരുപ്പിൽ ഇരുന്നു കൊണ്ട് ആശ്വസിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സോദോമിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയെന്ന. അതിന്റെ അർത്ഥം എന്താ? ഭൂമി നിലവിളിച്ചു. അവർ താമസിച്ചിരുന്ന അന്നുണ്ടായിരുന്ന മൊത്തം ആ സ്ഥലങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിക്ക് എന്തുകൊണ്ട് വൈകൃതം സംഭവിച്ചത്? മനുഷ്യർ തെറ്റുകൾ ചെയ്ത് ശക്തമേറിയ പാപത്തിനടിമയാക്കപ്പെട്ട ഈ ഭൂമി പ്രകൃതിക്ഷോഭങ്ങൾ, പ്രളയങ്ങൾ, ഭൂകമ്പങ്ങൾ ഇത്യാദി കാരണങ്ങളാൽ ഈ ഭൂമിയുടെ സ്തോത്രം ദൈവം മനോഹരമായി ഉണ്ടാക്കിയ ഭൂമി തകർന്നുകൊണ്ടിരിക്കുക. ഈ ഭൂമി ഇനി വീണ്ടെടുത്തേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ സംഭവിച്ചത് ഭൂമി ദൈവത്തോട് നിലവിളിച്ചു. കായീൻ ഹാബേലിനെ തല്ലിക്കൊന്നു, പുള്ളി മരിച്ചുപോയി. പക്ഷേ കായീനെ ദൈവം വിട്ടില്ല. വിട്ടോ? ഇല്ല. ഭൂമിയിൽ ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു. ഭൂമിയിൽ ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു. ശ്രദ്ധിക്കൂ, ഇപ്പം നമ്മളാരും നിലവിളിച്ചില്ലെന്നിരിക്കട്ടെ, ഈ കാനഡ ഭൂപ്രദേശം ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ സംഗതി വലിയ പ്രശ്നമാകും കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാം പ്രൊട്ടക്ഷനിൽ കഴിയുന്നത്, മുന്നോട്ട് പോകുന്നത്? ഇവിടെ ദൈവസന്നിധാനത്തിൽ അഭയാതന കഴിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വിവരം ദൂതം എന്ന് പറഞ്ഞു, ഗോമേറയും സോദോമിനെയും ഞാനിപ്പോൾ തകർക്കാൻ പോവുക. ഈ സന്ദേശം അബ്രഹാമിൻ്റെ കാതിൽ കേട്ടു. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നേച്ച് വാഗ്ദത്തമൊക്കെ ഒന്ന് റിന്യൂ ചെയ്തേച്ച് ദൂതന്മാർ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം അബ്രഹാമിനോട് ഈ കാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറയാതെ വല്ല കാര്യം ചെയ്യുമോ? അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അഭയാചന കഴിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ,
ചിലപ്പോൾ ദൈവം അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നിനക്ക് സന്ദേശം കൈമാറ്റം ചെയ്തു എന്നിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ, സ്തോത്രം. നിങ്ങളറിയാതെ ഒരുപക്ഷെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കൂ, ദൈവസന്നിധി അഭിയാചന കഴിക്കൂ, ദൈവമായിട്ടുള്ള സ്നേഹത്വത്തിലും സഹവീർത്തത്തിലും മുൻപോട്ട് പോകൂ. ദൈവം അറിയിക്കേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ ദൈവം നിങ്ങളോട് അറിയിച്ചെന്നിരിക്കാം. അബ്രഹാം ഇത് കേട്ടപ്പോഴത്തേന് വലിയ വിഷമമായി. നിങ്ങളൊന്ന് നോക്കിക്കേ, സോദോമിനെ നശിക്കുമ്പോൾ ആര് നശിക്കും? സഹോദരപുത്രനും ലോത്തും കുടുംബം നശിക്കും. അബ്രഹാമിന് ഇരിക്കപ്പുറതയില്ല. അതിനെയാണ് ആത്മഭാരം എന്ന് പറയുന്നത് കേട്ടോ. ആത്മഭാരം എന്നൊക്കെ പറയത്തില്ല. അതാ കേവലം വാക്കിൽ വ്യാപരിക്കുന്ന ദുഃഖമൊന്നുമല്ല. ദാറ്റ് ബർഡൻ ഈസ് കമ്മിങ് ഫ്രം ദ സോൾ. Crying is coming from the heart. ഹന്നായുടെ പ്രാർത്ഥന പുറത്തു വന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുമ്പോൾ അവിടെ മറുപടി നിശ്ചയമാണ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രാർത്ഥന അധരചർപ്പണമാകാതെ ഹൃദയത്തിൽ നിന്നായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഇത് കേട്ട ഉടനെ അബ്രഹാം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദൈവമേ, ആ പട്ടണത്തിൽ 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ഒരിക്കലും നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ 45 കയറി പിടിച്ചു അബ്രഹാം. ലോർഡ്, ഈ 45 members is there, will you punish that land? അപ്പോൾ പറഞ്ഞില്ല. പിന്നെ നമ്പർ 30 വന്നു. 30 നിന്ന് 20 വന്നു. 20 നിന്ന് 10 വന്നു. 10 വന്നപ്പോഴും അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നശിപ്പിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രാക്ടിക്കൽ മനോഭാവം, നമ്മുടെ മനോഭാവം. അബ്രഹാം എന്താ പറഞ്ഞത്? വേഴ്സ് 18:27, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. ആ അബ്രഹാമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. പൊടിയും വെണ്ണീറുമായ ഞാൻ. അബ്രഹാം ആര്? വലിയ സമ്പന്നനാ അല്ലേ? 300 അഭ്യാസികളും ഇഷ്ടംപോലെ കാളകളും വേലക്കാരും വലിയ കൂടാരവും. എടാ, അബ്രഹാമിൻ്റെ സ്വത്ത് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്കൊക്കെ ഉണ്ടോ? അബ്രഹാം ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ പറയുക, ഞാൻ എന്തോ വെണ്ണീരാ കർത്താവേ, ഞാൻ പൊടിയാ കർത്താവേ. നമ്മുടെ സഹോദരങ്ങളും അറിയാതൊക്കെ അതിനെത്ര മീനിങ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃമിയും പൊടിയും വെണ്ണീറുമായ എന്നോട് കരുണ തോന്നണേ. വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ദാറ്റ് ഈസ് വെരി മീനിങ് ഫുൾ. നമ്മുടെ മാതാപിതാക്കൾ ആ മനോഭാവത്തിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. സഭയെ നിങ്ങൾ മുൻപോട്ട് പോകുന്നത്. When we come to the presence of God, when we come for interceding, God looking our humanity, ദൈവം നമ്മുടെ താഴ്മയെ വിലയിരുത്തുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കൊച്ചു ജോലി കിട്ടിയാൽ മതി. പണ്ട് PG വർഗീസ് പറയുമായിരുന്നു, വില്ലേജ് ഓഫീസറായാൽ കരമടിക്കത്തില്ലെന്ന് പറയും. പുള്ളി തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു രസകരമായിട്ട് പറയുക, ആരെങ്കിലും നമ്മുടെ നാട്ടിൽ വില്ലേജ് ഓഫീസറായാൽ പുള്ളി പിന്നെ സഭായത്തിന് കരമൊന്നും അടിക്കത്തില്ല. We need real humility in our life. അതാ ദൈവത്തിന് ഇഷ്ടം. നമ്മുടെ തലക്കാനുമൊക്കെ വെച്ച് ഞാനെന്തോ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടന്നാൽ ദൈവത്തിന് നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. When we come to the Lord, when we come to His holy presence, we can humble ourselves. We can break ourselves. Nothing, Lord, nothing. അതല്ലേ ഈ കോവിഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സൗന്ദര്യം എവിടെ പോയി? മാഹാത്മ്യം പോയില്ലേ? ലോകത്തിൻ്റെ എക്കണോമി തകർന്നില്ലേ? പലതും പൂട്ടിക്കെട്ടിയില്ലേ?
അതെന്താണെന്നറിയാമോ? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 12 കാര്യങ്ങൾ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. Those who are hearing my message from many places, the Spirit of God wants you. The Spirit of God telling to you as a voice from heaven, it is the time for crying. It is the time for humble. Become humble. It is the time for reform in our Christian life. ഇനി മറ്റൊരവസരം ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരയുവാൻ, താഴുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ ആ അബ്രഹാമിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ദൈവത്തിന് ഇഷ്ടമായി. അടുത്ത അധ്യായത്തിൽ എന്തുവാ? സെയിം ഏഞ്ചൽസ്, അബ്രഹാമിനെ സന്ദർശിച്ച ദൂതന്മാർ തന്നെ ലോത്തിനെ കുടുംബത്തെയും അവിടെ നിന്ന് മാറ്റതിന് ശേഷമാണ് ന്യായവിധി അയച്ചത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അഭയാചന കഴിക്കുന്ന വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ സഭ ഈ ഭൂമിയിലുണ്ട്. അഭയാചന കഴിക്കുന്നവർ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് തൻ്റെ സഭ പരിപാലിക്കപ്പെടുന്നു. സ്തോത്രം. ന്യായവിധി വരുന്നതിന് മുൻപേ ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ വൃദ്ധന്മാരെ കർത്താവ് മാറ്റിയിരിക്കും. അബ്രഹാമിൻ്റെ പക്ഷപാതം കൊണ്ട് ലോത്ത് കുടുംബം രക്ഷപ്പെട്ടെങ്കിലും പിന്നീടുള്ള ചരിത്രം മാറിപ്പോയത് അബ്രഹാമിൻ്റെ കുഴപ്പം കൊണ്ടല്ല, രക്ഷപ്പെട്ട ലോത്ത് അതുപോലെ ജീവിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ. നിശ്ചയിക്കപ്പെട്ട ന്യായവിധിയെ മാറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അഭയാചനയിലൂടെ. അത് നടക്കും. 2, നഷ്ടപ്പെട്ടവനെ നഷ്ടസ്ഥലത്ത് നിന്ന് കൊണ്ടുവരിക. അതാണ് ലോത്തിന് സംഭവിച്ചത്. താൻ നഷ്ടപ്പെടേണ്ടവനായിരുന്നു, പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ദൂതന്മാർ, ദൈവത്താൽ അയക്കപ്പെട്ട ദൂതന്മാർ ലോത്തിനെ കുടുംബത്തെയും അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അഭയാചനയിൽ കഴിക്കുന്ന 2 റിസൾട്ടുകൾ നിങ്ങൾ കുറിച്ചിടുക, വ്യക്തമായി മനസ്സിലാക്കുക. നിശ്ചയിക്കപ്പെട്ട ന്യായവിധിയെ ദൈവം പിൻവലിക്കുന്നു. 2, നഷ്ടപ്പെട്ടവനെ നഷ്ടസ്ഥലത്തു നിന്ന് ദൈവം തിരികെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. 2ാമത്തെ ഇന്റർസീഡിങ്, രാജ്യത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുക. പ്രൈസ് ഗോഡ്. അതിൻ്റെ തൊടുകുറി വായിക്കാം. 1 Timotheus chapter 1 verse 1 to 3. ഈ വചനം ഗൗരവമായിട്ട് എടുക്കണം കേട്ടോ. Take this word as a serious in this pandemic period. The Spirit of God sharing with you this message to all. അവിടെ വായിക്കുന്നത് ഞാൻ ചുരുക്കി പറയാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, റൂളേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരവും ദൈവസ്വീകാര്യവുമാകുന്നു. അനേകർ ധരിച്ചിരിക്കുന്നത് ഈ പാട്ടും പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് ആലയത്തിൽ വന്ന് കൈയടിച്ച് പാട്ടുപാടി സന്തോഷിച്ച് ദൈവം അംഗീകരിച്ചു. ശരി തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല ദൈവത്തിന് അംഗീകാരം. ഇന്റർസീഡിങ്ങിൻ്റെ പ്രാധാന്യത ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ സഭയുടെ ആ പ്രാർത്ഥന കോർഡിനേറ്റ് ചെയ്യുന്ന വാത്സല്യ സഹോദരൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ കൊടുക്കുന്നത് പോലെ ഇടയ്ക്കൊക്കെ ഈ രാജ്യത്തിന് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയൊക്കെ റൂളേഴ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ദാറ്റ് ഈസ് റൈറ്റ് അക്കോർഡിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. ദാറ്റ്സ് എ റൈറ്റ് ടീച്ചിങ് ഓഫ് ദ ചർച്ച്. ദൈവസഭയെ ഞാൻ ഈ ലളിതമാക്കാൻ പോവുകയാണ്. ആസ് എ ലോക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്,
God appointed KPC in this Toronto, intercede the rulers of this country, the government of this country. ഓൺലൈനിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ഓർത്തോണം ഈ രാജ്യത്തിന് വേണ്ടി. ആ ദൈവ സ്വീകാര്യമാണ് കേട്ടോ മക്കളെ, ദൈവത്തിന് സ്വീകാര്യമാണ്, ദൈവപ്രസാദമാണ്. ഹല്ലേലൂയ, സ്തോത്രം. രാജ്യത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുക. ദാറ്റ് ഈസ് എ ബൈബിൾ ടീച്ചിങ്, ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ്. 3, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സമൂഹത്തിന് വേണ്ടി അഭിയാചന കഴിക്കുക. ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 10 to 14 നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിച്ചു. ദൈവമായി സംസാരിക്കാൻ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. താൻ വരുന്നത് താമസിച്ചു എന്ന് കണ്ടപ്പോൾ താഴ്വരയിൽ അഹരോനും ഇസ്രായേൽ മക്കളും ദൈവത്തിങ്കിൽ നിന്ന് പിന്മാറി അവർ ആദ്യമായി വിഗ്രഹത്തെ ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. കുണുക്കുകളും അവരുടെ ആഭരണങ്ങളെല്ലാം മേടിച്ച് ഒരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. പർവ്വതത്തിൽ നിന്നിറങ്ങി വന്ന മോശ ഇത് കണ്ടു. താൻ കരയുവാൻ തുടങ്ങി. ദൈവസന്നിധാനത്തിൽ അഭിയാചന കഴിക്കാൻ തുടങ്ങി. ദൈവമേ, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവം വിടുവിച്ചു കേട്ടോ, ന്യായവിധിയിൽ നിന്ന് വിടുവിച്ചു. The result of interceding. ഞാൻ ഒടുവിലായി പറയട്ടെ, 4ാമത്തെ ഇന്റർസീഡിങ് നമ്മുടെ യേശുവിൻ്റെയാണ്. റൈറ്റ് ദിസ് ടൈം ഞാൻ ഈ മേശയുടെ ചുവട്ടിൽ നിന്ന് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ യേശു എന്നെ കാണുന്നുണ്ട്. He is interceding the right hand of God. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി അവൻ മധ്യസ്ഥത അണയ്ക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി ആ ക്ലോസ് ശ്രദ്ധിക്കണം. ഏത് വിധേയും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവരുണ്ട്. ആ ദൈവത്തിന് വിഷയമല്ല, മതലോകം അതാ ചെയ്യുന്നത്. എന്നാൽ ആസ് എ സേവ്ഡ് പീപ്പിൾ അതല്ല ചെയ്യുന്നത്. സേവ്ഡ് പീപ്പിൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങൾ? എന്താ ചെയ്യുന്നത്? ത്രൂ ക്രൈസ്റ്റ്. അല്ലേ? നമ്മളിന്ന് കർത്താവിനെ ആരാധിക്കാൻ ത്രൂ ക്രൈസ്റ്റ്, യേശുവിലൂടെ. അതെത്ര വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാകാലം ജീവിക്കുന്നു. അഭയാചന കഴിക്കുന്ന വിശുദ്ധന്മാരെ, ഈ വചനം ജീവനുള്ളതാ. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ നിമിഷം തന്നെ സ്വർഗ്ഗത്തിൽ നമ്മുടെ കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. റോമാലേഖനം 8 ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുന്നുണ്ട്, ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവും പുത്രനും കൂടെ ഇന്റർസീഡിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര അനുഗ്രഹമാണ്. അത് ധ്യാനിക്കുമ്പോഴുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ എന്ത് സുഖമാണെന്നറിയാമോ? പ്രാർത്ഥന ജൽപ്പനമല്ലല്ലോ, ഓടി വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നതല്ലോ പ്രാർത്ഥന. യഥാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥന എന്താ? പുത്രനിലൂടെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ വരുമ്പോൾ പിതാവായ ദൈവം എന്നെ കാണുന്നത് പുത്രനിലൂടെയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കും, എൻ്റെ അഭയാചന ദൈവം അംഗീകരിക്കും.
ഞാൻ എൻ്റെ ദൂത സമാപ്തിയിലേക്ക് കൊണ്ടുവരട്ടെ. പത്രോസിനെ തകർത്ത് കളവാൻ പിശാചനുവാദം ചോദിച്ചു. പതിനുപോലെ പാറ്റിക്കളയാൻ യേശു പത്രോസിന് വേണ്ടി അഭയാതന കഴിച്ചു. പതിനുപോലെ പാറ്റിക്കളയേണ്ടതിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി അഭയാതന കഴിക്കുന്നു. ഫലം കൊടുക്കാത്ത വൃക്ഷം ഈ തോട്ടത്തിൽ വെട്ടിക്കളയാൻ സ്തോത്ര യജമാനൻ പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ പറയുന്നോ, 1 വർഷം കൂടെ നിൽക്കട്ടെ. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർസീഡിങ്. നമുക്ക് യേശുവിനെ പോലെയാകാമോ? കർത്താവേ, ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സഭയുടെ എല്ലാ അംഗങ്ങളും ദൈവത്താൽ മാനിക്കപ്പെട്ടവരാണ്. നിരന്തരമായി നിങ്ങൾ അഭയാതന കഴിക്കുന്നതിന് ദൈവം തീർച്ചയായിട്ടും റിസൾട്ട് തരും കേട്ടോ. നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾക്കത് കാണാം, നിങ്ങളുടെ ചാർച്ചക്കാരിൽ അത് കാണാം, നിങ്ങളുടെ ദേശത്ത് അത് കണ്ടുകൊണ്ടിരിക്കുക, ദേശത്ത് കാണുവാൻ പോകുക. ന്യായവിധിയുടെ കരം ദേശത്തിന്റെ മേൽ വരാതിരിക്കേണ്ടതിന് ഇന്റർസീഡ് ചെയ്യുന്ന വിശുദ്ധന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അഭയാചനയുടെ ആത്മാവ്, പക്ഷപാതത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകട്ടെ, സൊസൈറ്റിയിലുണ്ടാകട്ടെ, സഭാജീവിതത്തിലുണ്ടാകട്ടെ, ഈ ലോകത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ ആത്മീയ ദൂതുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ ഒന്നുകൂടി ഉത്സാഹിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അന്യോന്യം അഭയാതന കഴിക്കാൻ ദേശത്തിന് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, ചാർച്ചക്കാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ദൂത് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ടീം അല്പനിമിഷങ്ങൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു പാട്ട് പാടും. നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ പാട്ടിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.